إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدئ الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചറബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹ്ഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമായ മാസങ്ങളിൽ പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ദുൽഖഅദ മാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. പവിത്രമായ മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മാസങ്ങളിൽ നന്മകൾ ചെയ്യുമ്പോൾ കൂലിയുള്ളതുപോലെ തന്നെ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി കഴിഞ്ഞാൽ അതിന് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് അതിന്റെ പാപങ്ങളുടെ അളവും തോതും കൂടുതലായിരിക്കും എന്നത് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദുൽഖഅദ കഴിഞ്ഞാൽ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ആ മാസത്തിലാണ്, ദുൽഹിജ്ജ 10-ലാണ് ഈദുൽ അദ്ഹ എന്ന് പറയുന്ന ബലിപെരുന്നാൾ ഉള്ളത്. ആ ബലിപെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം
ഉളുഹിയ്യത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ വളരെ ശ്രദ്ധയും താല്പര്യവും പുലർത്തുമ്പോൾ കുറഞ്ഞ ആളുകളെങ്കിലും ആ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ, പരിഗണിക്കാതെ അതിനോടൊരു അലസത മനോഭാവം കാണിക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ വളരെ ചെറിയൊരു സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ, താങ്കൾക്ക് ധാരാളം നന്മകൾ നാം ചെയ്തു തന്നിട്ടുണ്ട്. ഫസല്ലി റബ്ബിക വൻഹർ. അതുകൊണ്ട് നബിയെ, താങ്കൾ നമസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ ഒരു ആയത്തിന് തഫ്സീർ കൊടുത്ത പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെയുള്ള നിസ്കാരം എന്ന് പറയുന്നത് അത് പെരുന്നാൾ നിസ്കാരമാണ്. അവിടെയുള്ള അറബ് എന്ന് പറയുന്നത് അത് ഉളുഹിയ്യത്താണ് എന്ന് പണ്ഡിതന്മാർ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സ്വന്തം മകനെ അറുക്കാൻ അല്ലാഹു കൽപ്പിച്ചപ്പോൾ യാതൊരു മടിയുമില്ലാതെ, യാതൊരു സങ്കോചവുമില്ലാതെ താൻ ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ഒക്കെ നമുക്കറിയാം. ആറ്റുനോറ്റ് ലഭിച്ച മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥന? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണേ. അങ്ങനെ പ്രാർത്ഥിച്ച് ലഭിച്ച, പ്രായമായപ്പോൾ ലഭിച്ച 83 വയസ്സോളം ആകുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഈ പൊന്നുമോനെ ലഭിക്കുന്നത് എന്നൊക്കെ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുമ്പോ അത്രയും പ്രായമായി ലഭിച്ച തന്റെ മകനെ, ആ മകനെ തന്നോടൊപ്പം ഓടിക്കളിക്കാനും തന്നോടൊപ്പം ആ നിലനിന്ന് പരിശ്രമിക്കാനുമൊക്കെ എത്തുന്ന സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിവേകിയായ ആൺകുഞ്ഞിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. ഫലമ്മാ ബലഅ മഅഹു സഅയ. ആ മകനങ്ങ് വളർന്ന് തന്നോടൊപ്പം പ്രയത്നിക്കാൻ പ്രായമാകുന്ന സമയത്തുണ്ടല്ലോ, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം. എന്റെ പൊന്നുമോനെ, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. നമ്മൾ കാണുന്ന സ്വപ്നം പോലെയല്ല അമ്പിയാക്കളുടെ സ്വപ്നം എന്ന് പറയുന്നത്. ആ സ്വപ്നം പോലും വഹ്യാണ്. ആ സ്വപ്നം പോലും കൃത്യമായ അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണ് സ്വപ്നം? മോനെ, നിന്നെ അറക്കണം എന്നതാ സ്വപ്നം. ഇന്ന് പോയി ജുമാ കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളെ വിളിച്ചിട്ട് പറയാ, വാപ്പ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, മോനെ അറക്കണം. ഏയ് വാപ്പ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോക്കെ. മക്കള് പറയും, വാപ്പ വേണി പോയിക്കോ, ഞാനില്ല. വാപ്പ വേണമെങ്കിൽ പോയിക്കോ, എന്നെ കിട്ടൂല. നോക്കിയേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളർത്തിയ ആ പൊന്നുമോന്റെ മറുപടി എന്താണെന്ന് അറിയോ? വാപ്പ, താങ്കൾ എന്ത് ചെയ്യുക? അഫൻദുർ മാദാ തറ, നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്റെ പൊന്നുപ്പ, അല്ലാഹ് എന്താണ് താങ്കളോട് കൽപ്പിച്ചത് താങ്കൾ ചെയ്തു. സതജിദുനി ഇൻഷാഅല്ലാഹ് മിനസ് സ്വാബിരീൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അങ്ങനെ ഉപ്പ തന്റെ മകനെ ഭാര്യയുടെ കയ്യിൽ നിന്ന്, ഉമ്മയുടെ കയ്യിൽ നിന്ന് പുത്തനുടുപ്പൊക്കെ ഇടിച്ച് കൊണ്ടുപോകുകയാണ് കുന്നിന്റെ മുകളില്. ഭാര്യയോട് പറയുന്നില്ല,
തന്റെ മകനെ കൊണ്ടുപോയി കുന്നിന്റെ മുകളിൽ ആ നെറ്റിത്തടം അത് താഴോട്ട് ഇങ്ങനെ താഴ്ത്തി വെക്കുകയാണ്. അവിടെ പറയുന്നുണ്ട് എന്താണ്, നിന്റെ കണ്ണുകൾ ഉപ്പ, എന്റെ കണ്ണുകൾ അങ്ങയുടെ നേരെ വെക്കാതെ അത് മണ്ണിലേക്ക് ചേർത്ത് വെക്കണേ ഉപ്പ. എന്റെ കണ്ണുകൾ കണ്ടിട്ട് അതിലേതെങ്കിലും ഉപ്പാക്ക് എന്തെങ്കിലും അലിവ് തോന്നി അള്ളാന്റെ കൽപ്പന സ്വീകരിക്കുന്നിടത്ത് ഉപ്പ പിന്മാറിയാലോ, അതുകൊണ്ട് വേണ്ട, നെറ്റിത്തടം താഴോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി എല്ലാ നിലത്തിലും ഒരുങ്ങി നിൽക്കുന്നൊരു ഉപ്പ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടെയാണ് അള്ളാന്റെ കൽപ്പന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിമേ, താങ്കൾ ഈ കുട്ടിയെ അറുക്കേണ്ടതില്ല, പകരം ഒരു മൃഗത്തെ അറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും ഇതൊക്കെ നമുക്കറിയുന്ന ചരിത്രങ്ങളാണ്. സഹോദരങ്ങളെ, അതിന്റെ പിന്തുടർച്ചയെന്നോണം നമുക്കൊക്കെ ഒരു ബലികർമ്മത്തെ നിർബന്ധമാക്കുമ്പോൾ അല്ലെങ്കിൽ നിയമമാക്കുമ്പോൾ നമ്മുടെ മേൽ അത് പ്രബലമായ സുന്നത്തായി പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, ആ ബലികർമ്മത്തോട് നമ്മൾ എങ്ങനെയുള്ള സമീപനങ്ങളാണ് സ്വീകരിക്കാറുള്ളത്? ഇസ്ലാമിൽ ബലികർമ്മങ്ങൾ എന്ന് പറയുന്നത് 4 തരത്തിലാണ്. ഒന്ന് ഉളുഹിയ്യത്താണ്, ഒന്ന് അഖീഖയാണ്, ഒന്ന് നേർച്ചയാണ്, ഒന്ന് പ്രായശ്ചിത്തമാണ്. ഈ 4 രൂപത്തിലാണ് ഇസ്ലാമിൽ ബലികർമ്മം ഉള്ളത്. അള്ളാന്റെ പൊരുത്തത്തിനും തൃപ്തിക്കും വേണ്ടി അറവ് എന്നുള്ളത് 4 വിധത്തിലാണ്. ഒന്ന് ബലികർമ്മമാണ്, ഉളുഹിയ്യത്താണ്, 2 അഖീഖയാണ്, 3-മത്തേത് നേർച്ചയാണ്, 4-മത്തേത് അത് പ്രായശ്ചിത്തമാണ്. ഏതെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിന് പ്രായശ്ചിത്തമായി അറവ് പറഞ്ഞിട്ടുള്ളത്, ആ അറവ് നടപ്പിലാക്കുക എന്നതാണ്. ഇനിയോ ഈ ബലികർമ്മം ചെയ്യുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാടുകളിലൊക്കെ പല പേരുകളിലും ബലികർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അല്ലാത്തവരുടെ പേര് പറഞ്ഞ് ബലികർമ്മങ്ങൾ നടത്തുന്നവർ ധാരാളമാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അല്ലാഹു ശപിച്ചിട്ടുണ്ട്. മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ബലികർമ്മം നടത്തുന്നവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഉലമാക്കൾ ഈ ഹദീസിനെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലൗ അന്ന മുസ്ലിമൻ, ഒരു മുസ്ലിം ദബഹ ദബീഹതൻ, അവനൊരു അറവ് നടത്തി, വഖസദ ബിദബഹിഹാ അത്തഖറുബ ഇലാ ഗൈരില്ലാഹ്, ആ അറവ് കൊണ്ട് അല്ലാഹയല്ലാത്തവരുടെ പ്രീതിയാണ് അറവ് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മുർത്തദ്ദൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ആ കർമ്മം കൊണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം അറവ് നടത്തുന്നുവെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അല്ലല്ലാത്ത ഒരാൾക്കും അറവ് നടത്താൻ പാടില്ല. മുഹിദ്ദീൻ ശൈഖിന്റെ പേര് ജീലാനി ദിനത്തിൽ ആടിനെ നേർച്ചയാക്കിക്കൊണ്ടുള്ള അറവ് അത് ഇസ്ലാമിൽ നിന്ന് പോലും പുറത്താക്കി കളയുന്ന കാര്യമാണ് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതുമ്പോൾ പോലും നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ അറവ്, എന്റെ ജീവിതം, എന്റെ മരണം അല്ലാഹുവേ സർവ്വലോക രക്ഷിതാവായ നിനക്കാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. വബിദാലിക ഉമിർതു, അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമത്തേവനാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സഹോദരങ്ങളെ, ഇല്ല, എന്റെ നിസ്കാരം അല്ലാഹുവിനാണ്, എന്റെ നോമ്പ് അല്ലാഹുവിനാണ്, എന്റെ നേർച്ചകൾ അല്ലാഹുവിനാണ്, എന്റെ ബലികർമ്മങ്ങൾ അല്ലാഹുവിനാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഏതൊക്കെ ഇബാദത്തിന്റെ ഇനങ്ങളുണ്ടോ അതൊക്കെ ആ റബ്ബിനല്ലാതെ ഒരാൾക്കും വകവെച്ച് കൊടുക്കില്ല എന്നതും ഈ അറവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ അറക്കണേ? ചില ആളുകളൊക്കെ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ കാണുന്ന ഒരു വല്ലാത്ത ഒരു പ്രവണതയാണ്. പലപ്പോഴും താൻ അറുക്കുന്ന ഒരുവിനെ അതിനെ ഇങ്ങനെ നെറ്റിപ്പട്ടം ചാർത്തി അതല്ലെങ്കിൽ ഒരു തളയിട്ട് കൊടുത്ത് പല നിലക്കൊക്കെ എന്ത് ചെയ്യും? റോട്ടിലൂടെ ഇങ്ങനെ ആനയിക്കണം. യുവാക്കൾ അതിന്റെ റീൽസ് എടുത്ത് അതിങ്ങനെ സ്റ്റാറ്റസ് ആക്കി അതിങ്ങനെ പല നിലക്കും പ്രചരിപ്പിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു
വലിയ ദുരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ബലികർമ്മം നടത്തുന്നത്? അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ആ റബ്ബിന്റെ പൊരുത്തവും തൃപ്തിയും അല്ലാത്തതൊന്നും തന്നെ ഇതിലൂടെയൊന്നും പ്രതീക്ഷിക്കാനോ കാംക്ഷിക്കാനോ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതെ, നല്ല ഉരുവറ്റും നല്ല വലിയ ഒരു നല്ല മാംസമുള്ള എല്ലാ നിലക്കും ആരോഗ്യമുള്ള നല്ല ഭംഗിയുള്ള ഒത്ത നമുക്കിഷ്ടമുള്ള കാണാൻ അഴകുള്ള ഒരു ന്യൂനതയും ഇല്ലാത്ത അങ്ങനെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ പോലും അവിടെ ആളുകൾ കാണിക്കാൻ വേണ്ടിയല്ല, ഈ മഹല്ലിൽ ഏറ്റവും വലിയ തൂക്കമുള്ള ഒരുവിനെ ഞാനാണ് കൊടുത്തത് എന്ന് രണ്ടാൾ അറിയട്ടെ എന്ന് പറയാൻ വേണ്ടിയല്ല. അതൊന്നും ഈ ഒരു ഉളുഹിയ്യത്തിന്റെ ലക്ഷ്യങ്ങളല്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ലയ്യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ. അല്ലാഹുവിന്റെ അടുക്കലേക്ക് അതിന്റെ രക്തമോ അതിന്റെ മാംസമോ അതല്ലെങ്കിൽ ഒന്നും തന്നെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നതേ ഇല്ല. പിന്നെ വലാകിൻ യനാലുഹു തഖ്വാ, അത് കൊടുക്കാൻ നേരത്തെ നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ആത്മാർത്ഥതയുണ്ടല്ലോ, റബ്ബിനെ കുറിച്ചുള്ള ബോധമുണ്ടല്ലോ, ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നാം എടുത്ത തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനമാണ് റബ്ബ് പരിഗണിക്കുക. അതുകൊണ്ട് അതിനു വേണ്ടിയായിരിക്കണം റബ്ബിന്റെ പൊരുത്തവും റബ്ബിന്റെ തൃപ്തിയും ഒക്കെയാണ് ഒരു ബലികർമ്മത്തിലൂടെ നമ്മൾ നടത്തേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉളുഹിയ്യത്തിന്റെ നിബന്ധനകൾ എന്താണ്? ഒരു ഉളുഹിയ്യത്ത് ഒരാള് കൊടുക്കുമ്പോ അത് ആ മാടാണെങ്കിൽ പശുവോ അതല്ലെങ്കിൽ എരുമയോ അതല്ലെങ്കിൽ പോത്തോ അതല്ലെങ്കിൽ ഒട്ടകമോ അങ്ങനെയുള്ള ജീവികളാണ് ഒരാൾ ഉളുഹിയ്യത്തായി കൊടുക്കുന്നുവെങ്കിൽ അതിൽ 7 വരെ ഷെയറുകളാകാം. ഇത് വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതെന്തിൽ മനസ്സിലാക്കാനാ? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന വിഷയമാണ്. 7 വരെ ആകാം, എന്നാൽ 7 വേണമെന്ന് നിർബന്ധമില്ല. അതാണ് മനസ്സിലാകാത്ത പലർക്കും. 7 വരെ ആകാം, പക്ഷെ 7 വേണമെന്നില്ല, നിർബന്ധമില്ല. പലരും പണമുള്ളവരും ഒരു ഉരുവിനെ പോലും കൊടുക്കാൻ കഴിവുള്ളവരും ചോദിക്കുന്ന ഒരു ഷെയർ എത്രയാ? ഒരു ഷെയർ എത്രയാ? 10,000 എങ്കിൽ ഒരു ഷെയർ എന്റെ കൂടിക്കോട്ടോ. ആരാ പറയണേ? ഒരു ഉരുവിനെ സ്വയം അറുക്കാൻ കഴിവുള്ള മനുഷ്യൻ അവനെടുക്കുന്നത് ഒരു ഷെയർ. സഹോദരങ്ങളെ, 7 വരെ ആകാം എന്നതാണ്. അപ്പോൾ 2 പേർ കൂടി അറുക്കാൻ പറ്റുമെങ്കിലോ, ഒന്നാമത്തെ ഒരാൾക്ക് തന്നെ പറ്റുമെങ്കിൽ അയാൾ ഒരെണ്ണം അറുക്കുക എന്നുള്ളതാണ്. ഇനി അയാൾക്ക് ഒരെണ്ണം പറ്റൂല, പകുതി പിടിക്കാൻ പറ്റും. അയാളെ കൊണ്ട് പകുതി എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടിയാ കൂടും. എങ്കിൽ അയാൾ പകുതി എന്ത് ചെയ്യണം? അയാളുടെ വകയായി എടുക്കണം. അല്ല, പകുതി പറ്റൂല, 3 ആളെ കൊണ്ട് എന്ത് ചെയ്യും? ഒരു ഉരുവിനെ വാങ്ങാൻ പറ്റും. എങ്കിൽ എന്ത് ചെയ്യണം? 3 ആള് കൂടിയിട്ട് ഒരു ഉരുവിനെ വാങ്ങണം. അല്ല, 4 ആള് കൂടുമ്പോഴേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഉരുവിനോട് ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ, അതിനോട് ചേരാൻ പറ്റുള്ളൂ. എങ്കിൽ 4 ആക്കണം. അല്ല, എനിക്ക് 5 പറ്റുള്ളൂ, എങ്കിൽ 5 ആക്കണം. അല്ല, 6 പറ്റുള്ളൂ, എങ്കിൽ 6 ആക്കണം. ഇനി ഒട്ടും പറ്റൂല, 7 പറ്റുള്ളൂ, എങ്കിലാണ് 7 ആക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ആദ്യം 7 പിടിക്കും. ഒന്ന് കൊടുക്കാൻ കഴിവുള്ളവരും പകുതി കൊടുക്കാൻ കഴിവുള്ളവരും ഒക്കെ എന്ത് ചെയ്യണം? ഒന്നും പിടിക്കുന്നു എന്ന ദുരവസ്ഥ പലപ്പോഴും, ഷെയറും പിടിക്കുന്നു എന്ന ദുരവസ്ഥ പലപ്പോഴും കാണുന്നുണ്ട്. നമ്മെ കുറിച്ച് നമുക്കും റബ്ബിനുമാണ് നന്നായി അറിയുന്നത്. നമ്മൾ ആ കാര്യം മറന്നു പോകാൻ പാടില്ല. എന്റെ റബ്ബിനറിയാം എന്റെ കാര്യം, എന്റെ സാമ്പത്തിക അവസ്ഥ നമുക്കറിയാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ കയ്യിലിരിക്കുന്ന 20,000-ന്റെയും 30,000-ന്റെയും 50,000-ന്റെയും 1,00,000-ന്റെയും ഒക്കെ മൊബൈല്, അതൊന്നും ഇപ്പൊ നിലത്ത് വീണെന്ന് വിചാരിക്കുക. ഈ പള്ളി കഴിഞ്ഞപ്പോ അതിങ്ങനെ പുറത്ത് ആരോ സംസാരിച്ചപ്പോ നിലത്ത് വീണു, ഡിസ്പ്ലേ പോയി. കടയിൽ കൊണ്ട് ചെന്നപ്പോ പറഞ്ഞു 10,000-30,000 രൂപ ആവും. നമ്മള് എന്ത് ചെയ്യാ? അന്നനെ മാറ്റും. വണ്ടിയുടെ എഞ്ചിൻ അല്ല കംപ്ലൈന്റ് ആയി, എന്താ ചെയ്യാ? പിറ്റേ ദിവസം മാറ്റും. എവിടുന്ന പൈസ കിട്ടിയേ? അവിടെ നിന്ന് ഒപ്പിച്ച് നമ്മൾ പറയാം, അവിടുന്ന് ഇവിടെ ഒപ്പിച്ച് അല്ലേ? അങ്ങനെ നമുക്ക് ഉളുഹിയ്യത്തിന് ഒപ്പിക്കാൻ പറ്റണം, ഉളുഹിയ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കാൻ പറ്റണം. അതിന്റെ അർത്ഥം കടവും വില മേടിച്ച് വേണമെന്നല്ല. ഒരാൾക്ക് ദുൽഹിജ്ജ കഴിഞ്ഞാൽ കിട്ടാനുള്ള പൈസയുണ്ട്, അയാൾക്ക് വേണമെങ്കിൽ അതിന് കടവും വാങ്ങാം, ഒരു പ്രശ്നവുമില്ല. അതൊക്കെ നമ്മൾ
നമ്മുടെ ഗൗരവവും ആ വിഷയത്തിൽ നമ്മുടെ താല്പര്യവുമാണ് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സഹോദരങ്ങളെ, ആടിനെ സംബന്ധിച്ചിടത്തോളം അതിന് പിന്നെ ഷെയർ ഇല്ല. ഒരാൾ ഒറ്റ ആടിനെ കൊടുക്കുക എന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഷെയർ ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അല്ലെ? അതിന്റെയൊക്കെ വയസ്സ് പരിഗണിക്കുമ്പോ ഒട്ടകമാണെങ്കിൽ 5 അല്ലെ, പോത്തും അതുപോലെ എരുമയും മൂരിയും ഒക്കെയാണെങ്കിൽ 2 വയസ്സും, ആടാണെങ്കിൽ 1 വയസ്സും, ചെമ്മരിയാട് അങ്ങനത്തെ ഇനമാണെങ്കിൽ അത് 6 മാസവുമാണ് ശറഈൽ മതവിധിയായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹലാലായ സമ്പത്തിൽ നിന്ന് മാത്രമാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്. ഹറാമായ മുതലൊന്നും അല്ലാഹു വേണ്ട എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആ സമയത്താകുമ്പോ ഉത്തർപ്രദേശിലും ആന്ധ്രാപ്രദേശിലും അതല്ലെങ്കിൽ ബീഹാറിലും മറ്റു പല സംസ്ഥാനങ്ങളിലും അവിടെയൊക്കെ പല ആളുകളും ഉദ്ഹിയത്ത് കിട്ടാതെ പ്രയാസപ്പെടുന്നു എന്ന വാർത്തകൾ കേൾക്കാം. അതല്ലെങ്കിൽ അവിടെയൊക്കെ ഉരുവിന് പൈസ കുറവാണ്, അല്ലെ, 4000 ഷെയറിന് വരുന്നുള്ളൂ, അതുകൊണ്ട് അങ്ങോട്ട് കൊടുത്താലോ എന്നൊക്കെ ചിന്തിക്കുന്നവരും അതൊക്കെ കൊടുത്ത് അങ്ങനെ എന്റെ കർത്തവ്യം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെയും ഉണ്ട്. സഹോദരങ്ങളെ, അവരൊക്കെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. പലപ്പോഴും ഈ സംശയങ്ങൾ പല നിലക്കും ആ സമയത്ത് ആളുകൾ ഉന്നയിക്കാറും ചോദിക്കാറുമുണ്ട്. ഇവിടെയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ എടുത്തുകൊണ്ട് അവർ പറഞ്ഞ കാര്യം എന്താണ്? ധാരാളം സുന്നത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട ആ മനുഷ്യന് നഷ്ടപ്പെടുന്നു എന്നതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ ശിആറാണ്, അടയാളമാണ്. ഉദ്ഹിയത്ത് എന്ന് പറയുന്നത്, അതിന്റെ അറവ് എന്ന് പറയുന്നത് അത് ശിആറാണ്, അതൊരു അടയാളമാണ്. ഈ അടയാളത്തെ എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിൽ ആ മതചിഹ്നം നിലനിൽക്കണം. അത് നമ്മളൊക്കെ സഹകരിച്ചാൽ മാത്രമേ നടക്കൂ, അല്ലെ? ഇവിടെ ബലിമൃഗത്തെ അറുക്കുന്നത് പല കോണിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അതിനെയൊക്കെ തെറ്റായി പ്രചരിപ്പിക്കുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവിടെയാണ് ഇതൊരു ഇബാദത്താണ്, മര്യാദപൂർവ്വം ഒരു ഉദ്ഹിയത്തിന്റെ ആ മൃഗത്തെ പിടിക്കുമ്പോ മറ്റു മൃഗത്തെ കാണാതെ മറയിൽ വെച്ചുകൊണ്ട് അറുക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മൃഗത്തെ അറുക്കാൻ വേണ്ടി മറിച്ചിട്ടതിന് ശേഷം നിന്റെ ആയുധത്തെ നീ മൂർച്ച കൂട്ടരുത് എന്ന് താക്കീത് കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിങ്ങനെ കണ്ടു. ഒരു മനുഷ്യൻ മൃഗത്തെ മറിച്ചിട്ട് ആ മൂർച്ച കൂട്ടാൻ ആയുധത്തെ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? എന്തിനാ നീ ആ മൃഗത്തെ 2 പ്രാവശ്യം കൊന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. എത്ര വലിയ ശ്രദ്ധയാണ് ആ വിഷയത്തിൽ പറഞ്ഞത്. മൂർച്ച കൂട്ടി അതിനെ കൃത്യമായി പരിഗണിച്ച് ആ നിലക്കൊക്കെ മൃഗത്തെ എന്ത് ചെയ്യണം? പരിഗണിച്ചു കൊണ്ടുവേണം അതിനെ അറുക്കാൻ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ കൈ കൊണ്ടാണ് ഉദ്ഹിയത്ത് അറുത്തിട്ടുള്ളത്. അവിടുത്തെ സുന്നത്താണ്. അവിടുത്തെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ചെയ്യുന്ന ബലിപെരുന്നാളിന് സുന്നത്തായ കാര്യമാണ് ബലിമൃഗത്തിന്റെ മാംസം ആദ്യമായി ഭക്ഷിക്കുക എന്നത്. അല്ലാഹുവിന്റെ റസൂല് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഉദ്ഹിയത്ത് അവിടുത്തെ കൈ കൊണ്ടറുക്കും. അറുക്കാൻ പറ്റുന്നവരെന്ത് ചെയ്യണം? അത് കൈകൊണ്ട് തന്നെ അറുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ വിഷയം നമ്മൾ ഗൗരവത്തിലെടുക്കണം. അത് അറുക്കണം സഹോദരങ്ങളെ. ഇനി അറുക്കാൻ കഴിയില്ല, നമ്മൾ എന്ത് ചെയ്യണം? അറുക്കാൻ കഴിവുള്ളവരുടെ അടുക്കൽ ആ ബലിമൃഗത്തെ അറുക്കുന്നതിന് സാക്ഷിയാകണം. അതും സുന്നത്താണ്. എങ്ങനെ? നമ്മളെ കൊണ്ട് അറുക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് വയ്ക്കൂല. ചില ആൾക്കാർ പറയും എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് അതിനുള്ള തോന്നത്തില്ല. എന്താ ചെയ്യണ്ടേ? അറുക്കുന്ന ആളുടെ അടുത്ത് അറവിൽ എന്ത് ചെയ്യണം? സാക്ഷിയാകാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ വല്ലോടത്തേക്ക് പൈസ കൊടുത്തേച്ചാൽ ഇതൊന്നും നടക്കൂല. നടക്കൂല. നമ്മൾ പൈസ വേറൊരിടത്ത് കൊടുത്താൽ ഇതൊന്നും നടക്കൂല. ഈ സുന്നത്തുകളൊക്കെ നഷ്ടപ്പെടുകയാണ്. മൂന്നാമത്തെ കാര്യം എന്താ? പരിശുദ്ധ ഖുർആനിലെ കൽപ്പനയാണ്. എന്താണ് കൽപ്പന? വഖുലൂ മിൻഹാ, നിങ്ങൾ എന്ത് ചെയ്യുക? ആ ബലിമൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. സൂറത്ത് ഹജ്ജിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിങ്ങൾ അറുത്ത ബലിമൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. ഫക്കീറിനും അഗതിക്കും ഒക്കെ നിങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുക. നമ്മൾ അറുത്ത മാംസം എങ്ങനെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുക? നമ്മുടെ നാട്ടിലല്ലെങ്കിൽ, നമുക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളിലല്ലെങ്കിൽ, നമുക്ക് ഇടപെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലല്ലെങ്കിൽ, സഹോദരങ്ങൾ, അതുകൊണ്ട് പണ്ഡിതന്മാര് ഇതൊക്കെ പച്ചുകൊണ്ട് പറഞ്ഞു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്
എന്താണ്? നമ്മൾ ഏത് നാട്ടിലാണോ അവിടെ അറുക്കുക. ഈ പല നാടുകളിലും ഇറച്ചി കിട്ടുന്നില്ല എന്ന പരാതിയാണെങ്കിലോ നമ്മുടെ ചുറ്റുപാടും തന്നെ പലയിടങ്ങളിലും ഇറച്ചി കിട്ടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അറവ് നടത്തിയതിനു ശേഷം ആ മാംസം നമുക്കുള്ളത് മാറ്റി ബാക്കിയുള്ളത് അവിടെയൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക എന്നതാണ് അവിടെയൊക്കെ നടത്തേണ്ടത്. ഈ ബലിമൃഗത്തെ അറുക്കുമ്പോ ഇസ്മി ചൊല്ലിക്കൊണ്ട് അറുക്കണം എന്ന് പഠിപ്പിച്ചു. നമ്മൾ കൊടുക്കുന്നിടത്ത് ഇതൊക്കെ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നത് എങ്ങനെ ഉറപ്പിക്കാനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഇതൊരു ഏതെങ്കിലും നിലക്കായി പോകരുത്. അതിനെയൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് പരിഗണിച്ച് ആ നിലക്കൊക്കെ ഈ വിഷയത്തെ ഗൗരവപൂർവ്വം നമ്മൾ കണ്ട് ആ വിഷയങ്ങളെയൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റണം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്താണ് അവിടെ പറഞ്ഞത്? മൻ കാന ലഹു സഅത്തുൻ, ഒരാൾക്ക് ബലിമൃഗത്തെ അറുക്കാനുള്ള കഴിവുണ്ട്, അയാൾക്ക് കഴിവുണ്ട്, പക്ഷെ എന്തില്ല, വലം യുദഹി, അവനത് അറുത്തില്ല എങ്കിൽ ഫലാ യഖറബന്ന സല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് അടുത്തു പോകണ്ട എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പെരുന്നാളിനെ മുസല്ലയിലേക്ക് വന്നു പോകണ്ട എന്ന്. ഇന്ന് പോയിട്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ചിരുന്ന് ആലോചിക്കുക, എന്ത് നമുക്കൊരു ഷെയറെങ്കിലും ചേരണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കുക. അതല്ല, ഒരെണ്ണം കൊടുക്കാൻ പറ്റുന്നവർ ഒരെണ്ണം തന്നെ പരിഗണിക്കുക. സഹോദരങ്ങളെ, കുറച്ചൊക്കെ നേരത്തെ തന്നെ ആ മൃഗത്തെയൊക്കെ ഒന്ന് വാങ്ങാം. എന്നിട്ടോ വീട്ടിലൊക്കെ വെച്ച് ഇങ്ങനെ വളർത്തി അതിന് രാവിലെയും വൈകുന്നേരമൊക്കെ വെള്ളം കൊടുത്ത് അതുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക, ഒരു ബന്ധം അപ്പുണ്ടല്ലോ. അതിങ്ങനെ പെരുന്നാളിന്റെ ദിനത്തിൽ അതിനെ അയച്ചു കൊണ്ടുപോയി അതിന്റെ കഴുത്തിൽ ആ കത്തി വെക്കുമുണ്ടല്ലോ, അല്ലേ? അല്ലാഹ്, നീയാണ് എനിക്ക് വലിയവൻ, അതല്ലാത്തതൊന്നും എനിക്ക് വലുതല്ല. ചില വീടുകളിൽ നിന്നൊക്കെ പണ്ടൊക്കെ, ഇപ്പൊ അങ്ങനൊന്നുമില്ല, പണ്ടൊരു ആട് പ്രസവിച്ചു കഴിഞ്ഞാല് അല്ലെ, അതിലൊരു മുട്ടൻ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഇസ്മായിൽ എന്ന് പേര് വരും, അല്ലേ? അങ്ങനൊന്നുമില്ല. ഇവിടെ ആട് എവിടെ, പോത്ത് എവിടെ, ആർക്കറിയില്ല. അന്ന് അങ്ങാടി നിന്ന് കിട്ടുമെങ്കിൽ അന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. കാരണം ഇതിനെ മേഖലൊക്കെ ഭയങ്കര പ്രയാസം, അല്ലെ? ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ മുട്ടൻ കുഞ്ഞിനെ ഇസ്മായിൽ എന്ന് പേര് വിളിച്ച് അതിന് പ്രത്യേക ഭക്ഷണങ്ങൾ കൊടുത്ത് ഇങ്ങനെ ആറ്റ് നോറ്റ് ഒരു മകനെ നോക്കുന്നത് പോലെ കയറ് കെട്ടി വലിച്ച് കൊണ്ട് നടന്ന് അതിന് ഒരു വയസ്സായി കഴിയുമ്പോൾ ആ പെരുന്നാളിന് പള്ളിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആ വീട്ടുകാരൊക്കെ കരയണം. ഉമ്മ കരയുന്നുണ്ട്, ഉപ്പ കരയുന്നുണ്ട്, അവിടെയുള്ള ചെറുമക്കൾ കരയുന്നുണ്ട്. ഇതിന് അർക്കം കൊണ്ടോ വേണോ? അവർക്കൊന്നും പറ്റണില്ല. ആലോചിച്ചേ, ഇതാണ് ബലികർമ്മം എന്ന് പറയുന്നത്. ഇതാണ് ബലികർമ്മം എന്ന് പറയുന്നത്, അല്ലെ? തലേ ദിവസം അങ്ങാടിന്ന് ഏതൊരു പോത്തിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ അറക്കണം. അതൊന്നും ആ ബലികർമ്മം സ്വീകരിക്കപ്പെടോ ഇല്ല എന്നതിൽ ചർച്ച ചെയ്യണം. നമ്മുടെ മനസ്സിൽ അതിന്റെ സ്വാധീനം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഇഷ്ടമുള്ള, നമ്മളെ സ്നേഹിച്ച അതിനെ പോലും അല്ലാഹുവിന് വേണ്ടി കൊടുക്കാൻ ഞാൻ ഒരുക്കാണ്. ബലികർമ്മമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അതുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ وعلى آله وصحبه أجمعين. ما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം ബലികർമ്മവുമായി ബന്ധപ്പെട്ട്. ബലികർമ്മം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളിയിൽ ഒരു ഷെയറിന് 10,000 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു ഷെയറിന് 10,000 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ഷെയർ വേണം, എനിക്ക് 2 ഷെയർ വേണം, അല്ല എനിക്ക് 3 ഷെയർ വേണം, അങ്ങനെ പറയാൻ പറ്റും, അല്ലെ? ഒരു 4 ഷെയർ എന്റെ വേണം. അങ്ങനെ എന്താ, ഒരു ഉരുവിന്റെ ഭൂരിഭാഗവും ചില ആളുകൾ തെറ്റിദ്ധരിച്ചെന്ന് വെച്ചാൽ ഒറ്റയാക്കി ഇതിനെടുക്കണം, 3, 5, 7 അങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ തെറ്റിദ്ധരിച്ചവരുണ്ട്. അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. ഒരാൾക്ക് ഒരെണ്ണം പറ്റുമോ? ഇനി 2 പേർക്ക് കൂടി ഒരെണ്ണം പറ്റുള്ളൂ, അത് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ആ വിഷയം
വിഷയത്തിലൊരു ശ്രദ്ധ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. 10,000 രൂപയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ഒരു കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അതുമായി എല്ലാവരും നേരത്തെ തന്നെ നമ്മുടെ പേര് എന്ത് ചെയ്യുക, ഞാനുണ്ട് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തവരെന്ത് ചെയ്യുക, ഈ പ്രാവശ്യം നമ്മുടെ വക ഒരു ഷെയറെങ്കിലും ആ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ. ആ ഒരു നിലക്ക് അതിന്റെ സുന്നത്തുകളെ മുഴുവൻ ലഭിക്കുന്ന രൂപത്തിൽ നമുക്ക് അതിനെ പരിഗണിക്കാൻ പറ്റും. തൊടുപുഴ ഭാഗത്ത് ഒരു ഈദ് ഖുതുബക്ക് പോയപ്പോ അവിടെ കണ്ടൊരു ഇല്ലാത്തൊരു സന്തോഷം എന്ന് വെച്ചാൽ പെരുന്നാള് ഈദ് ഗാഹ് കഴിഞ്ഞു, ഈദിന്റെ നിസ്കാരം കഴിഞ്ഞു, അപ്പൊ തന്നെ എന്ത് ചെയ്തു, അവര് അറവ് തുടങ്ങി. ആരും പോയില്ല. അപ്പൊ തന്നെ എന്ത് ചെയ്തു, അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഒരു പോത്തിനെ അറുത്തു. എന്നിട്ട് അതിൽ നിന്ന് ആ മാംസം എടുത്ത് അവിടെ തന്നെ അത് പാചകം ചെയ്തു. അവിടെ വന്നവർക്ക് എന്ത് ചെയ്തു, അവരത് വിതരണം ചെയ്തു. പെട്ടെന്ന് തന്നെ മാഷാ അല്ലാഹ് ഒരു സുന്നത്താണ്. അതൊക്കെ എല്ലായിടത്തും പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അവിടെ നടന്ന ഒരു വല്ലാത്ത സന്തോഷത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചതാണ്. അഥവാ അപ്പൊ തന്നെ എന്ത് ചെയ്തു, നിസ്കാരം കഴിഞ്ഞ പാട് അറുത്തു. എന്നിട്ടോ അതിന്ന് കുറച്ചിങ്ങനെ മാംസമൊക്കെ എടുത്ത് പിന്നെ അപ്പൊ തന്നെ അതിനുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ കുറച്ച് ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേഗം ഒന്ന് വേവിച്ചെടുത്ത് എന്ത് ചെയ്തു, എല്ലാവർക്കും ഒരു കഷ്ണം അല്ലേ, എല്ലാവരും ഭക്ഷണം കഴിക്കാതെ വന്നേക്കണേ. ഉദ്ഹിയ്യത്തിന്റെ മാംസത്തിൽ നിന്ന് ആ സുന്നത്തിനെ ഹയാത്താക്കാൻ അവർ കാണിച്ച ശ്രദ്ധ അതൊക്കെ വലിയ കാര്യമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നമുക്ക് പറ്റും ഇവിടുന്ന് കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം, അതുവരെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്ത് ചെയ്യാം, ഉദ്ഹിയ്യത്തിന്റെ മാംസം കിട്ടുമ്പോ വേണമെങ്കിൽ അത് ആദ്യമായി കഴിക്കുന്ന രൂപമൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ ഷെയറിന്റെ രൂപ ഞാൻ പറഞ്ഞു 10,000 രൂപയാണ്. രണ്ടാമത്തെ നമ്മുടെ ബഹജ അൽഹംദുലില്ലാഹ് അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ അതിലേക്കുള്ള കുട്ടികളുടെ ആ ഒരു അഡ്മിഷൻ സമയമാണ്. 3.5 വയസ്സ് മുതൽ 5 വയസ്സുള്ള കുട്ടികളെയാണ് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണത്, പ്രവേശിപ്പിക്കുന്നത്. 3.5 വയസ്സ് മുതൽ 5, അതിനിടയിൽ 5.5 അതിനിടയിലുള്ള പ്രായത്തിലുള്ള കുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത്, അതിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ 5 വയസ്സാണ് അതിന്റെ ലിമിറ്റായി പറയപ്പെടുന്നത്. എന്തായിരുന്നാലും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുക, ആ പ്രായത്തിലുള്ള കുട്ടികൾ, പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ബഹജ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മുടെ കുട്ടികളെ ചേർക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾ ഏകദേശം അവരൊരു വർഷം കഴിയുമ്പോഴേക്കും ഖുർആനിൽ നിന്ന് നോക്കി ഓതുന്ന തരത്തിലേക്ക് അവരുടെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ളതൊക്കെ അതിന്റെ സിലബസ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന, തജ്വീദോട് കൂടി പാരായണം ചെയ്യുന്ന കുട്ടികളാകാൻ നമ്മുടെ പരിശ്രമം അതിനുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പ്ലസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്, ഗുരുവായൂർ ഭാഗത്ത് ചൊവ്വലൂർ പടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇന്ന് അസറോടുകൂടി ആരംഭിച്ച് 2 ദിവസം ക്യാമ്പാണ്. 6, 7, 8 ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ് ആ ക്യാമ്പ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ക്യാമ്പിലും എന്ത് ചെയ്യുക, നമ്മുടെ മക്കൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ അവിടെ കൊണ്ടുപോയാക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി അവന്റെ ദീൻ പുലർത്തി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ കത്തിയാളുന്ന തീയിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മയൊക്കെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പല ആളുകളും മരണപ്പെട്ട വിവരം നമ്മളൊക്കെ കഴിഞ്ഞ വാർത്തകളിലൊക്കെ വായിച്ചതാണ്. തന്റെ വീട്ടിലെ തലയുടെ ഉള്ളിൽ നിന്ന് പാമ്പ് കടിയേറ്റ് കുട്ടി മരിച്ചു. നമ്മൾ ആലോചിച്ചു അല്ലെ, കിടക്കാൻ പോയതാണ്, മരിച്ചു. നമ്മളൊക്കെ പ്രവാചകന്റെ അധ്യാപനത്തെ മറന്നു പോകാൻ പാടില്ല. റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ വിരിപ്പൊക്കെ തട്ടിക്കൊടഞ്ഞ് ശ്രദ്ധിക്കണമെന്ന വലിയ അധ്യാപനം അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞ അധ്യാപനങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്തൊക്കെ മറന്നു പോകാതെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം വരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. اللهم ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا وسائر أعمالنا. اللهم أجرنا من النار، اللهم أدخلنا الجنة، اللهم أدخلنا الجنة، اللهم أدخلنا الجنة. ربنا آتنا في الدنيا حسنة وفي
الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.